ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 ഇംഗ്ലീഷ് എക്സാം ആണ് നാളെ അല്ലേ. അപ്പോൾ ഒന്നും അറിയില്ല, അതായത് 2 യൂണിറ്റാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ ഈ 2 യൂണിറ്റിൽ ഒരു ടോപ്പിക്ക് പോലും അറിയില്ല, ഒരു സ്റ്റോറി അറിയില്ല, അറിയില്ല, ചെറിയൊരു കണ്ടന്റ് പോലും അറിയില്ല എന്നുള്ളവർക്കുള്ള വീഡിയോ ആണിത്. നിങ്ങൾക്ക് ജയിക്കാനും ഡബിൾ പാസ് കിട്ടാനൊക്കെ ഷുവറായിട്ട് ഈ ഒരൊറ്റ വീഡിയോ മതിയാവും. നമുക്ക് 2 യൂണിറ്റാണ് എക്സാമിനുള്ളത്, ഓണപരീക്ഷയ്ക്കുള്ളത്. ആ 2 യൂണിറ്റിലായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 7 ചാപ്റ്റേഴ്സാണ്. ഈ 7 ചാപ്റ്റേഴ്സിൽ നമുക്ക് 2 പോയം പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അനക്ഡോട്ട് പഠിക്കാനുണ്ട്. അനക്ഡോട്ട് എന്ന് വെച്ചാൽ ആത്മകഥ അല്ലേ. ദെൻ ഒരു സ്പീച്ച് പഠിക്കാനുണ്ട്. ആ സ്പീച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോറിയാണുള്ളത്. സ്റ്റോറി നമുക്ക് ഇതുപോലെ തന്നെ 2 സ്റ്റോറി പഠിക്കാനുണ്ട്. ഒരു അനക്ഡോട്ട് അല്ല, ഒരു 1 ആക്ട് പ്ലേ പഠിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എക്സാമിന് നോർമൽ +1 ചോദിച്ചതുപോലെ തന്നെയുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് 3 L's ഓഫ് എംപവർമെൻറ്റ്, എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറിയല്ലോ ആണ്. ഇതിലെ നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് സമ്മറി അറിഞ്ഞാൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തതായിട്ട് നമുക്ക് ചോദിക്കാം, അവിടെ നമുക്ക് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം. വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ട് സ്പീച്ച് ആവാം, റിവ്യൂ ആവാം, റൈറ്റപ്പ് ആവാം, എന്താണെങ്കിലും ആവാം. അത് നമുക്ക് ഈ 3 L's ഓഫ് എംപവർമെൻറ്റിൽ കുറേ സെൻറ്റൻസുകൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മദർഹുഡിനെ കുറിച്ചിട്ട് പറയാം, അതായത് മദേഴ്സ് ലവിനെ കുറിച്ചിട്ട് എഴുതാൻ വരാം, കാരണം അത് പോയം ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ പോയത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം, അതായത് ഏതെങ്കിലും 2-3 ലൈനുകളൊക്കെ തന്നിട്ട് അതിൽ നിന്നുള്ള പോയം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്. ഇവിടെ മെയിനായിട്ട് എനി വുമൺ എന്ന് പറഞ്ഞ പോയത്തിൽ അവസാനം ഗോഡിനോട് പ്രെയർ നടത്തുന്നുണ്ട്. അതാണ് കൂടുതലും കമൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, അതെ. അടുത്തത് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കുക ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ നൊമിതയുടെ, അജിത്തിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ചുകൾ പഠിക്കാം. ഹൊറിഗല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നമുക്ക് ക്യാരക്ടർ സ്കെച്ചുകൾ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അതിൽ കുറേ എന്താ പറയുക, ഇപ്പോഴത്തെ വുമൺസ് അല്ല, നമുക്ക് ആൾക്കാരുടെ ഒരു ഗുഡ് ലിസണേഴ്സ്, അതായത് ക്യാരക്ടർ സ്കെച്ചിന് പുറമെ തന്നെ ഗുഡ് ലിസണേഴ്സ്. പിന്നെ ടൈറ്റിൽ, എന്തുകൊണ്ടാണ് നമ്മൾ ആ ടൈറ്റിൽ ഹൊറിഗല്ലു എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തത് മാച്ച് ബോക്സ്, അതായത് ക്യാരക്ടർ സ്കെച്ചിനൊപ്പം തന്നെ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയിലും ടൈറ്റിലിനെ കുറിച്ചിട്ട് കമൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം നമ്മളവിടെ എന്ത് വേണം, അവിടെ നിന്നുള്ള ചെറിയൊരു സമ്മറിയെങ്കിലും നിങ്ങൾക്ക് അവിടെ അറിഞ്ഞിട്ടുണ്ടാവണം. ആ സമ്മറി അറിയാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ മെൻഡിങ് വോളിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കാം കമ്പയറിങ്. 8 മാർക്കിനെ ചോദിക്കാറുള്ളത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഇതിൽ നമുക്ക് ചോദിക്കാറുള്ളത് കമ്പയറിങ് ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ദ പോയം, അതായത് പോയം കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെയിൻ. അപ്പം എന്താ വേണ്ടത്, ഈ മെൻഡിങ് വോളിൽ നിന്നുള്ള സമ്മറി അതേപോലെ പഠിക്കാം. പിന്നെ ഇവിടെ തന്നെ ഈ മെൻഡിങ് വോളിൽ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊന്ന് നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. ഗുഡ് ഫെൻസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, അതായത് നല്ല മതിലുകളാണ് നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നതെന്ന് പോയറ്റിൻ്റെ നെയ്ബർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ എമിഗോ ബ്രദേഴ്സിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് എഴുതാൻ വരാം. അതായത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഒരു ഏതെങ്കിലും റിവ്യൂ സ്പീച്ചോ എന്തെങ്കിലും വരാം. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് ഷുവറായിട്ട് ചോദിക്കാം. അനൗൺസ്മെൻറ്റ്, ആ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതിന് മുന്നുള്ള അനൗൺസ്മെൻറ്റ് ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എമിഗോ ബ്രദേഴ്സിലെ 2 ആൾക്കാരും ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഒപ്പം തന്നെ അവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ക്യാരക്ടർ സ്കെച്ചിനോട് കൂടി നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതായത് എന്താണ് അവിടെ സംഭവിച്ചത്, ആരാണ് അതിലെ വിജയി എന്നുള്ള ചോദിച്ചിട്ടുള്ളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാം. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് 1 ആക്ട് പ്ലേ ആയ എമിഗോ ബ്രദേഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എമിഗോ ബ്രദേഴ്സിലും ഇതേപോലെ നമുക്ക് എന്താ പറയുക ക്യാരക്ടർ സ്കെച്ച്, എമിഗോ ബ്രദേഴ്സിൽ ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുക. ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ഈ 1 ആക്ട് പ്ലേ നടത്തുകയാണ്, അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നാളത്തെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതായത് കുറച്ചൊരു 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് 2 യൂണിറ്റ് നിങ്ങളുടെ കയ്യിലാക്കി തരികയാണ്. ജയിക്കാനും ഡബിൾ പാസ് കിട്ടാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് പഠിക്കാം. നമുക്ക് 2 യൂണിറ്റാണ് പറഞ്ഞത്. അവർ ഓഫ് ട്രൂത്ത് വരെയാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. ഇത് ഒരു സ്പീച്ചാണ് ഫ്രം ക്രിസ്റ്റ്യൻ ലിഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ്. ഈ സ്പീച്ച് എന്ന് വെച്ചാൽ ഒരു വുമൺ എംപവർമെൻ്റ് ആണ് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്ന ടോപ്പിക്കുകൾ: വുമൺ ഫേസസ് മെനി പ്രോബ്ലംസ്, ദർ ഇസ് നോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ദർ ആർ 3 L's ഓഫ് വുമൺ എംപവർമെൻറ്റ്, ദേ ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അതായത് വുമൺ എംപവർമെൻറ്റിന് മെയിനായിട്ട് ആവശ്യമുള്ള 3 L'കളെ കുറിച്ചിട്ടാണ് പറയുന്നത്: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. എഡ്യൂക്കേഷൻ, ലേണിംഗ് എന്ന് വെച്ചാൽ എന്ത്? എഡ്യൂക്കേഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. എ ജോബ് ഈസ് എ മസ്റ്റ് ഫോർ വുമൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേബറിലേക്ക് കടന്നു. ഇറ്റ് എംപവർ ദം. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി റെഡി ടു ടേക്ക് റിസ്ക്, ദെൻ ഓൺലി ദേ ക്യാൻ സക്സീഡ് ഇൻ ദെയർ ലൈഫ്. അതായത് 3 L'കളെ കുറിച്ചിട്ടാണ് ക്രിസ്റ്റ്യൻ ലിഗാർഡ് അവിടെ പറഞ്ഞത്: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പോൾ അത് 3നെയും കുറിച്ചിട്ട് ഒരു ചെറിയൊരു അറിവ് അവിടെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വുമൺ എംപവർമെൻറ്റ് സ്പീച്ചോ റിവ്യോ ഷോർട്ട് എസ്സേ ടൈപ്പോ ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അടുത്തതാണ് മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഒരു നൊമിതയുടെ സ്റ്റോറിയാണ്. ആ സ്റ്റോറി എഴുതിയിരിക്കുന്ന വ്യക്തിനെ കുറിച്ച് പഠിക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ എനി വുമൺ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ആശാപൂർണ ദേവിയുടെയാണ്. ഇതൊരു നൊമിത, ടിപ്പിക്കൽ വില്ലേജ് വുമൺ ഇൻ ഇന്ത്യ അല്ലേ. ഷീ ക്വാറൽസ് ഓവർ എ ലെറ്റർ വിത്ത് ഹർ ഹസ്ബൻഡ് അജിത്. അതായത് ഇവിടെ എന്താണ് സ്റ്റോറി എന്ന് വെച്ചാൽ, അജിത്ത് നമ്മുടെ ലെറ്റർ, അതായത് ഇപ്പോൾ നൊമിത അമ്മയ്ക്ക് എഴുതിയ ലെറ്റർ അജിത്ത് എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഇപ്പം നൊമിത അജിത്തിനോട് തല്ലിടുന്നതും ഒക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി. അതിനുശേഷം ലാസ്റ്റ് ദേഷ്യം കൊണ്ട് സ്വയം സാരി വരെ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. കത്തിച്ചിട്ട് പിന്നെ എല്ലാം കെടുത്തി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കൂളായിട്ടാണ് പിന്നീട് അടുക്കളയിലേക്ക് നൊമിത പോകുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും സ്റ്റോറിയുടെ ചെറിയൊരു പോർഷൻ. ഷീ ക്വാറൽസ് ഓവർ എ ലെറ്റർ വിത്ത് ഹർ ഹസ്ബൻഡ് അജിത്. അജിത്ത് എന്ന് പറയുമ്പോൾ റിച്ച് ആൻഡ് അൺകൈൻഡ് ആണ്. ഹി ഓപ്പൺ ദ ലെറ്റർ അഡ്രസ്ഡ് ടു ദ നൊമിത വിത്തൗട്ട് ഹർ പെർമിഷൻ. ഇറ്റ് വാസ് എ ലെറ്റർ ഫ്രം ഹർ പുവർ വിഡോ മദർ. ഷീ ബിക്കം ആംഗ്രി. ഷീ ലോസസ് ഹർ self-control. Ajit insult her. At least she burn her saree. അതായത് നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പം നൊമിത എന്ന് പറഞ്ഞ നമ്മുടെ ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജിന് ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് സെൽഫ് കൺട്രോൾ പോയിട്ട് സാരി കത്തിക്കുകയാണ്. അജിത്ത് കുറേ ചീത്ത പറയുന്നുണ്ട്. അവസാനം സാരി കത്തിച്ചിട്ട് കൂളായിട്ട് പിന്നീട് ജോലികളിലേക്ക് പോകും. അപ്പോൾ ഒരു എന്താ പറയുക, സ്ത്രീകളുടെ അവർക്ക് ഓവർ കൺട്രോൾ ചെയ്യാനായിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ പിന്നീട് നമ്മുടെ ദേഷ്യമൊക്കെ മാറിയിട്ട് അവിടേക്ക് എത്തുകയാണ്. സോ നൊമിത ഈസ് ഇന്നസെൻറ്റ് ആൻഡ് പോൾ ഷീ ഈസ് ഹെൽപ്ലെസ് വിക്ടിം. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടെ നൊമിതയ്ക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു ഹൊറിഗല്ലു എന്ന് പറഞ്ഞുള്ളൊരു അനക്ഡോക്റ്റാണ് പറയുന്നത്. അനക്ഡോക്റ്റ് എന്ന് പറയുമ്പോൾ ആത്മകഥ അല്ലേ, ബൈ സുധാമൂർത്തിയാണ്. ആദ്യം ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ട് ഈ ഒരു സ്റ്റോറിയിൽ ഗ്രാൻഡ് ഫാദർ രത്ന എന്ന് പറയുന്നത് ഒരു കൊളീഗും, ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു സാധാ വില്ലേജിലുള്ള ഒരു മുത്തശ്ശൻ. ഇവർ രണ്ടുപേരും ഗുഡ് ലിസണേഴ്സ് ആണ്. അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് അവരുടെ ഒപ്പീനിയൻ കൊടുക്കാനൊക്കെ പറ്റുന്ന 2 ഗുഡ് ലിസണേഴ്സ് ആണ്. അപ്പോൾ ലിസണേഴ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇവർ ഹ്യൂമൻ ഹൊറിഗല്ലു എന്ന് പറയാം. ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഒരു സ്റ്റോൺ ബെഞ്ച് നമ്മൾ ഈ പണ്ടത്തെ ഫിലിമിലൊക്കെ കാണാൻ പറ്റും. ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു ഇരുമ്പല്ല, കല്ലിൻ്റെ ഒരു ബെഞ്ച് ഉണ്ടാവും. അതിൽ കുറേ ഇന്നിങ്ങനെ വർത്തമാനം പറയുന്ന കുറേ ആൾക്കാരെ കാണാം. അപ്പോൾ അവിടെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു ഗ്രാൻഡ് ഫാദർ. ഒരു ഗുഡ് ലിസണർ ആണ്. മറ്റുള്ളവരുടെ പ്രോബ്ലംസ് സൈലൻ്റ് ആയിട്ട് കേൾക്കുന്നു. അവരെ ട്രബിൾസ് എല്ലാവരും ഇദ്ദേഹത്തിനോട് ഷെയർ ചെയ്യുന്നു. അവരെ റിലാക്സ് ചെയ്യുന്നു. പിന്നെ ഇറ്റ് ഈസ് ദെയർ ബേർഡൻസ്. അതുകൊണ്ട് തന്നെ ഭാരങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ്. ഷീ ഓൾസോ സ്പീക്സ് അബൌട്ട് രത്ന ഹെർ കൊളീഗ്. അതായത് സുധാമൂർത്തിയുടെ, നമ്മുടെ എഴുത്തുകാരൻ്റെ കൊളീഗാണ് രത്ന. ഷീ വാസ് സ്മാർട്ട്. ഷീ ലിസൺ അതർ പ്രോബ്ലംസ് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. അതായത് നമ്മൾ ഒരാളുടെ പ്രശ്നങ്ങൾ സ്വയം കേൾക്കാണ്, അവരെ കുറ്റപ്പെടുത്താതെ തന്നെ. ഷീ കെപ്റ്റ് അതേഴ്സ് പ്രോബ്ലം കോൺഫിഡൻഷ്യൽ. ബോത്ത് ഓഫ് ദം ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ് അല്ലെ. മറ്റുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സോഷ്യൽ സർവീസ് ആയിട്ടാണ് രത്ന കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റോറിയാണ് എമിഗോ ബ്രദേഴ്സ്.
എമിഗോ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ 2 ടീനേജേഴ്സ്, ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോയുടെ സ്റ്റോറിയാണ്. ഇവിടെ 2 പേരും ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരേ ആഗ്രഹങ്ങളുള്ളവരാണ്, ക്ലോസ് ഫ്രണ്ട്സാണ്. അവർക്ക് 2 പേർക്കും ഒരേ ആഗ്രഹമാണ്. എന്താണ്? അവർക്ക് ചാമ്പ്യൻഷിപ്പ് നേടണം, ബോക്സിങ്ങിൽ ചാമ്പ്യൻഷിപ്പ് ആവണം എന്നായിരുന്നു. പക്ഷേ 2 പേരും അവസാനം ഫൈനലിൽ എത്തുകയാണ്. ഫൈനലിൽ എത്തിയിട്ട് 2 പേരും നല്ല രീതിയിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ ആരാ വിജയിന്ന് കേൾക്കുന്നതിന് മുമ്പ് 2 പേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. കാരണം എന്താണ്? അവർക്ക് അങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പാണ്. ഇന്ന ആൾക്ക് ജയിക്കണമെന്നല്ല, അവർക്ക് ഏറ്റവും മെയിൻ ഫ്രണ്ട്ഷിപ്പാണ് മെയിൻ എന്നാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ ജയിച്ചത് ബോക്സിങ്ങോ ചാമ്പ്യനോ അല്ല, ഫ്രണ്ട്ഷിപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. They were close friends. They had a dream becoming world boxing champions. They worked hard to fulfill their dream. Once they had to fight each other, it was fair fight. There were 3 deadly rounds. None of them won the match. Both of them left the ring arm in arm. അതായത് ആരും 3 റൗണ്ടുകളായിട്ട് മത്സരിച്ചിട്ട് 2 പേരും ജയിക്കാതെ ഇറങ്ങിപ്പോയി. They didn't wait for the announcement by the referee. They were the champions in the world friendship. അതായത് വേൾഡ് ഫ്രണ്ട്ഷിപ്പിലെ ചാമ്പ്യൻസ് ആയിട്ട് അവർ നോക്കുകയാണ്. ഓക്കെ, അതാണ് ആ സ്റ്റോറി. അടുത്തത് അവർ ഓഫ് ട്രൂത്ത് ആണ്. ഒരു 1 ആക്ട് പ്ലേ ആണ്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ റോബർട്ട് ബാൾവിൻ ആണ്. ഒരു മാർത്തി, റോബർട്ട് ബാൾവിൻ്റെ വൈഫ്, അതുപോലെ തന്നെ ഈവ ജോൺ. ഗ്രേഷ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ക്യാരക്ടറാണ് കേട്ടോ. റോബർട്ട് ബാൾവിൻ വെച്ചാൽ ഒരു ഗുഡ് ക്യാരക്ടറാണ്, ഹോണസ്റ്റ് ആൻഡ് ബോൾഡ് ആയിരിക്കും. പിന്നെ അതായത് ഇവിടുത്തെ സ്റ്റോറി എന്ന് വെച്ചാൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് റോബർട്ട് ബാൾവിന്. ഗ്രേഷ്യം അവിടെ വർക്ക് ചെയ്തതാണ്. പക്ഷേ ഗ്രേഷ്യം നമ്മുടെ ബാങ്കിലുള്ള പൈസയൊക്കെ മിസ്അപ്രോപ്രിയേറ്റ് നടത്തിയിട്ട് അറസ്റ്റിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അറസ്റ്റിലാവുന്നത് നമ്മുടെ റോബർട്ട് ബാൾവിനാണ് കണ്ടിട്ടുള്ള ഒരു വിറ്റ്നസ്. അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കണമെങ്കിൽ ഈ റോബർട്ട് ബാൾവിൻ ഇപ്പോൾ കോടതിയിലൊക്കെ പോയിട്ട് വിറ്റ്നസ് കൊടുത്താൽ മാത്രമാണ് ഗ്രേഷ്യമിനെ അറസ്റ്റിലാക്കുള്ളൂ, അതായത് പ്രിസണിലാക്കുള്ളൂ, ജയിലിലാക്കുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബ്രൈബ് കൊടുക്കുകയാണ്. ബ്രൈബ് വെച്ചാൽ കൈക്കൂലി കൊടുക്കുകയാണ്. ഹി ഡിഡിൻറ്റ് ആക്സെപ്റ്റ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രേഷ്യം. അങ്ങനെ ഗ്രേഷ്യം ഓഫർ ചെയ്ത ആ ബ്രൈബ് വാങ്ങിയില്ല. ഹിസ് ഫാമിലി പേർഷ്വഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി. ഫാമിലി പറഞ്ഞു അത് ബ്രൈബ് വാങ്ങിച്ചോളൂ, കാരണം അവർ അത്രയും നല്ല രീതിയിൽ എന്താണ് വീക്കിലി ബുദ്ധിമുട്ടുള്ള ഫാമിലി ആയിരുന്നു റോബർട്ട് ബാൾവിൻ്റെ. ബട്ട് ഹി സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ട്രൂത്തിനും ജസ്റ്റിസിനും മുന്നിലാണ് റോബർട്ട് ബാൾവിൻ നിന്നത്. ഹി വാസ് റെഡി ഈവൻ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഗ്രേഷ്യം അറ്റ് ദ കോർട്ടിൽ. ഗ്രേഷ്യമിനെതിരെ എന്താ പറയുക, സംസാരിക്കാനും അദ്ദേഹം തയ്യാറായി. ഹി നെവർ സപ്പോർട്ട് ഗ്രേഷ്യം ഇൻ ദ ബാങ്ക് കേസ്. ആ കേസിൽ ബാങ്ക് കേസിൽ സപ്പോർട്ട് ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഹി ഗോട്ട് എ ഗുഡ് ജോബ് ഓഫർ ഫ്രം മാർഷൽ. ഇറ്റ് വാസ് എ റിവാർഡ് ടു ഹിസ് ഓണസ്റ്റ് ക്യാരക്ടർ. അതായത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ എഗെയിൻ ആയിട്ടുള്ള ഒരു റിവാർഡാണ് ഗുഡ് ജോബ് കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോറിയാണുള്ളത്. ഇനി നമുക്ക് പോയംസ് നോക്കാം. ഓണപരീക്ഷയ്ക്ക് പോയംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയംസ് സെപ്പറേറ്റ് ആയിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 ചാപ്റ്ററിലായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു പോയംസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പോയം എനി വുമൺ ആണ്. എനി വുമൺ എന്ന് പറയുമ്പോൾ പോയം നമ്മുടെ വുമൻസിനെ കുറിച്ചിട്ട്, അതായത് സ്ത്രീകളെ കുറിച്ചിട്ട്, അതായത് ഫാമിലിനെയാണ്. കാതറിൻ ടിനൻ്റെ പോയാണ്, മീനിങ് ഫുൾ ആണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് കാതറിൻ ടിനൻ. വുമൺ ഈസ് ദ പില്ലർ ആൻഡ് കെയിൻ സ്റ്റോൺ ഓഫ് ദ ഹൗസ്. ചിൽഡ്രൻ ഗെറ്റ് ലവ് അഫെക്ഷൻ ഫ്രം ദ മദർ. മദർ ഹോൾഡ് ദ ഫാമിലി ടുഗെദർ. മദർ ഈസ് ദ ഫൗണ്ടേഷൻ, പ്രൊട്ടക്ഷൻ, ഡെക്കറേഷൻ ഓഫ് ദി ഹൗസ്. ദ പോയം എൻഡ് വിത്ത് ദ പ്രെയർ ടു ഗോഡ്. ദ പോയം ഈസ് ഫുൾ ഓഫ് മെറ്റഫേഴ്സ് ദാറ്റ് മേക്സ് ദ പോയം വെരി എഫക്റ്റീവ്. വളരെ ചെറിയ മീനിങ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, നല്ലൊരു പോയാണ്. ഈ പോയത്തിൽ മെയിനായിട്ട് മദർഹുഡാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെ പില്ലേഴ്സായിട്ടും കീ സ്റ്റോൺ ആയിട്ടും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, പ്രൊട്ടക്ഷൻ എല്ലാം മദറല്ലേ. അങ്ങനെ മദറിനെ തന്നെ നോക്കാതെ തന്നെ അവളില്ല എങ്കിൽ, ആ വീട്ടിൽ ഇന്നൊരു വ്യക്തി ഇല്ല എങ്കിൽ, ഷീ ഈസ് നോട്ട്, നമുക്ക് നല്ല ശൂന്യമായിട്ടാണ് തോന്നുക അല്ലേ. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരു വീട്ടിലൊരു അമ്മ എന്ന് പറയുന്നത്. അപ്പം മദർഹുഡാണ് പറയുന്നത്. ലാസ്റ്റ് പോയത്തിൻ്റെ അവസാനം ഗോഡിനോട് പ്രേ ചെയ്യാണ്. എന്താണ് പ്രേ ചെയ്യുന്നത്? മക്കൾ പറക്കമുറ്റുന്നത് വരെ എന്നെ ഒരു ആപത്തിൽ നിന്നും രക്ഷിക്കണം എന്നാണ് പറയുക. ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഗോഡിനോട് പറയുന്നത്. അപ്പോൾ അതോടുകൂടിയാണ് പോയ അവസാനിക്കുന്നത്. അപ്പോൾ മദർഹുഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ കുറിച്ചിട്ട് എഴുതാൻ വരാം. അതുപോലെ തന്നെ കമ്പയറിങ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വരാം. 2 പോയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ എനി വുമൺ ഇത്ര പഠിക്കുക, ആരാണ് എഴുതുന്നൊക്കെ പഠിക്കുക കേട്ടോ. ദെൻ മെൻഡിങ് വാൾ. മെൻഡിങ് വാൾ എന്ന് വെച്ചാൽ സിംബോളിക് പോയാണ്. സിംബോളിക് പോയെന്ന് വെച്ചാൽ എന്താ, നമുക്ക്
സിമ്പിൾ അതായത് ഒരു സിമ്പിൾ ഉണ്ട് അവിടെ, മതിലാണ് സിമ്പിൾ. എന്താണ് ആ മതിൽ ചെയ്യുന്നത്? അത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആണ്. ഗുഡ് തീമാണ്. പോയറ്റ് സേസ് ദ നേച്ചർ ഈസ് എഗെയിൻസ്റ്റ് വാൾ. അതായത് ഈ പോയത്തിൽ മെയിനായിട്ട് പറയുന്നത് പോയറ്റും പോയറ്റിൻ്റെ നെയ്ബറും തമ്മിൽ ഒരു മതിൽ വേണം. ആ മതിൽ എപ്പോഴും നാശമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാലാവസ്ഥ മാറുമ്പോൾ പൊട്ടിപ്പൊളിയുന്നുണ്ട്, റാബിറ്റ് ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ നെയ്ബറിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഈ മതിൽ നാശമായ അത് മെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, നന്നാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് നെയ്ബറിൻ്റെ ജോലി. പക്ഷേ റോബർട്ട്, നമ്മുടെ പോയിറ്റ്, പറയുന്നത് നേച്ചറിന് പോലും അത് ഇഷ്ടമല്ല, മതിൽ നന്നാകുന്നത് ഇഷ്ടമല്ല. കാരണം എന്താണ്, ഈ മതിലുകൾ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം കുറയ്ക്കില്ലേ. പക്ഷേ ഇവിടെ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് വെച്ചാൽ നെയ്ബർ പറയുന്നത് നല്ല മതിലുകളാണ് നല്ല സ്നേഹബന്ധം എന്നാണ് നെയ്ബർ പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് അതിൽ നമുക്ക് കമൻറ്റ് ക്വസ്റ്റ്യൻ വരുന്ന ചോദ്യമാണ്. അതിൽ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റാം. ഇപ്പോൾ നമ്മൾ നല്ല മതിലുകൾ പണിതില്ല എങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ വല്ല ആടൊക്കെ വന്നിട്ട് ആ പൂന്തോട്ടമൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹബന്ധം ഉണ്ടാവും, നമുക്ക് ദേഷ്യം വരില്ല. അങ്ങനെ ദേഷ്യം പ്രശ്നങ്ങളും വരുന്നതാണ് നെയ്ബർ പറയുന്നത്. അതില്ലാതാക്കണമെങ്കിൽ നല്ല മതിലുകൾ പണിയാം. പക്ഷേ പോയിറ്റിന് മതിൽ ഇഷ്ടമല്ല. ഓക്കെ, ഇതാണ് കണ്ടന്റ്. ഇവിടെ പോയിറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ വാൾ, നെയ്ബർ സപ്പോർട്ട് ദ വാൾ. ഹീ സീസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഈ സെൻറ്റൻസ് പഠിക്കാം. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ കമൻറ്റ് ചോദിക്കും. ദ പോയിറ്റ് ഈസ് മോഡേൺ ബട്ട് ദ നെയ്ബർ ഈസ് കൺസർവേറ്റീവ്. പോയിറ്റ് മോഡേൺ ആണെങ്കിലും നെയ്ബർ പണ്ടത്തെ ഒരു ചിന്താഗതിയാണ്. ദ നെയ്ബർ ഓൾവേസ് ഫോളോ ദ വേൾഡ് ഓഫ് ഹിസ് ഫാദർ. ഫാദറിൻ്റെ പിന്നാലെയാണ് നെയ്ബർ പോകുന്നത്. ദ പോയം ഗീവ്സ് ഗുഡ് മെസ്സേജ്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് സച്ച് ആസ് പേഴ്സോണിഫിക്കേഷൻ ആൻഡ് മെറ്റഫേഴ്സ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് രണ്ട് പോയത്തിൻ്റെ ചെറിയൊരു സമ്മറിയും അതുപോലെ തന്നെ സ്പീച്ചിൻ്റെയും സ്റ്റോറിയുടെയും അനക്ഡോട്ടിൻ്റെയൊക്കെയും ചെറിയൊരു സമ്മറിയാണ് ഒന്നും അറിയാത്തവർക്ക്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസ്കോഴ്സസുകൾ നോക്കി നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് നോമിതയുടെ വരും. എന്താണ് സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറിയാണ്. നോമിത വൈഫ് ഓഫ് അജിത്ത് ആണ്. ഷീ ബിക്കം പുവർ ഫാമിലി. ഷീ ഈസ് വെരി ബോൾഡ് ആൻഡ് കറേജസ്. അജിത്ത്, ഹർ ഹസ്ബൻഡ്, ഓൾവേസ് റീഡ് ദ ലെറ്റർ സെൻഡ് ബൈ മദർ വിത്തൗട്ട് ഹർ പെർമിഷൻ. ഹി ഓൾവേസ് ഇൻസൾട്ട് ഹർ. ഷീ ക്വസ്റ്റ്യൻ ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹർ ഹസ്ബൻഡ്. ഷീ ട്രൈസ് ടു ഫയർ ഹർ ആങ്കോൾ ഓഫ് ഹർ സാരി വെൻ ഹർ ഹസ്ബൻഡ് ഇൻസൾട്ട് ഹർ. നോമിത ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ. അതായത് ഇതിലിപ്പോൾ കുറച്ചേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്താൽ സ്റ്റോറി എഴുതി വയ്ക്കാം. എല്ലാത്തിനും ആവശ്യമുണ്ട്, കറേജസ് ആണ്. പക്ഷേ അജിത്തിൻ്റെ മുന്നിൽ അടിയറ വെക്കുന്ന ഒരു വൈഫായിട്ടാണ് ഇവിടെ നോമിത. രത്ന എന്ന് പറഞ്ഞാൽ ഇതൊരു നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. നമുക്ക് ഇതിൻ്റെ ഒക്കെ എന്ത് വരാം, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എഴുതാൻ വരാം, അതായത് കമ്പയർ ചെയ്യാനായിട്ട് വരാം. രത്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഹൊറിഗല്ലുവിലെ സുധാമൂർത്തിയുടെ കൊളീഗാണ്. ഒരു ലിവിങ് ഹൊറിഗല്ലു ആയിട്ടാണ് രത്ന നമ്മൾ കാണുന്നത്, ജീവനുള്ള ഹൊറിഗല്ലു അല്ലേ. ഷീ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് കൊളീഗ്സ്. ഷീ നെവർ പ്രൊവൈഡ് എനി solution to their problems and worries, but she never reveals the secret of their problems to anyone. She is bold, she is polite and humble അല്ലേ. അതായത് മറ്റുള്ളവർ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നു, മറ്റുള്ളവർ അതായത് ചീത്ത പറയാതെ അവരൊന്ന് എന്ത് ചെയ്യാം, പൊളൈറ്റായിട്ടൊക്കെ പെരുമാറിയിട്ട് അവരൊന്ന് ആശ്വസിപ്പിക്കാം. സെയിം ക്യാരക്ടർ തന്നെയാണ് ഗ്രാൻഡ് ഫാദറുടെയും. റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണെന്നും സ്പെൻഡ് ഹിസ് ലീഷർ ടൈം അണ്ടർ ബനിയൻ ട്രീ ഇൻ ദ വില്ലേജ്. അതായത് രണ്ടുപേരും രണ്ട് സിറ്റുവേഷനിലുള്ളവരാണ്, ഒരേ ക്യാരക്ടറാണ്. ഗുഡ് ലിസണേഴ്സ് ആണ്, റിയൽ ഹ്യൂമൻ ഒറിഗല്ലോസ് ആണ് രണ്ടുപേരും. പക്ഷേ സുധാമൂർത്തിയുടെ കൊളീഗാണ് രത്ന. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു വില്ലേജിലെ ഒരു ബനിയൻ ട്രീയുടെ താഴെ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. Okay, she is leaving Horigallu like Retna. He never provided any solution to their worries. He was kind and helpful. അതായത് ഇവരെല്ലാവരും എല്ലാവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവെച്ച് കൊടുക്കുന്നില്ല. പക്ഷെ അതെല്ലാം കേൾക്കുമ്പോൾ അവരുടെ മനസ്സൊന്ന് റിലാക്സ് ആവാനുള്ള ഒരു ആൾക്കാരായിട്ട് ഇവർ രണ്ടുപേരും കാണാം. ദെൻ ആന്റോണിയോ ക്രൂസ് എന്ന് പറയുന്നത് 17 years old boy ആണ്. He was born and brought up Lower East Side of Manhattan. Felix Vegas is close friend. Antonio was fair, lean, lanky. His hair was always falling over his eyes. അതായത് ഇത് ഫിസിക്കൽ ഫീച്ചർ ആണ്. His ambition is to become a lightweight championship in the world. He was a man of hard work. He practiced well in order to attain his dream of life. He kept a positive outlook in his life. He was very competitive. He fought with his friend Felix. Both of them won the trophy of friendship. ഇതെന്നെ സെയിം
ക്യാരക്ടറൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ ഫിസിക്കലിൽ വ്യത്യാസമുണ്ട്. ഫിലിക്സ് വെഗാസും ആന്റോണിയോ ക്രൂസും. ആന്റോണിയോ ക്രൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലീൻ ആയിരിക്കും. ഫിലിക്സ് എന്ന് പറയുന്നത് 17 years ഓൾഡ് തന്നെയാണ്, ലോവർ ഈസ്റ്റിലാണ് താമസിക്കുന്നത്, ഡാർക്കാണ്, ഷോർട്ടാണ്, ഹസ്കിയാണ്, പിന്നെ ബ്ലാക്ക് ഹെയർ, നേച്ചുറൽ ആഫ്രോ സ്റ്റൈലാണ്. അംബീഷൻ എന്ന് പറയുന്നത് ബിക്കം എ ലൈറ്റ് വെയ്റ്റ്, കാരണം സെയിം തന്നെയാണ്, ഹാർഡ് വർക്ക് ഉണ്ട്, ഡ്രീമുകൾ നോക്കുന്നുണ്ട്, പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട് ആണ്, അവസാനം ഇമ്പോർട്ടൻസ് ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ ഇവരുടെ ഫിസിക്കലിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ദെൻ റോബർട്ട് ബാൽവിൻ എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടർ ഓഫ് അവർ ഓഫ് ട്രൂത്ത് ആണ്. എംപ്ലോയി ആയിരുന്നു ബാങ്കിലെ, മാൻ ഓഫ് ട്രൂത്ത്, ജസ്റ്റിസ് ആണ്. പിന്നെ ബ്രൈഡ് സ്വീകരിച്ചില്ല, ഗ്രേഷ്യമിൻ്റെ കോർട്ടിൽ ഒരു വിറ്റ്നസ് ആയിരുന്നു, ട്രൂത്ത്ഫുൾനെസ്സിൽ തന്നെ സ്റ്റുഡ് ചെയ്ത് നിന്നു അല്ലേ, സ്റ്റാൻഡായിട്ട് നിന്നു. മെമ്പേഴ്സ് എല്ലാവരും പ്രോംപ്റ്റ് ചെയ്തെങ്കിലും ഹി ഡിഡിൻറ്റ് ആക്സെപ്റ്റ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ദ ഗ്രേഷ്യം. വെരി ഹോണസ്റ്റ്, ഗുഡ് ഓഫീസർ. പിന്നെ അവസാനം ഹി ഓഫേർഡ് എ ഗുഡ് പൊസിഷൻ ഇൻ 3rd നാഷണൽ ബാങ്ക്. അതെന്താണ്? ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഡിസ്കോഴ്സസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പീച്ചിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഐ ആം വെരി ഹാപ്പി ടു ഹിയർ ദിസ് ഒക്കേഷൻ, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് ദ നീഡ് ഓഫ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഒരു എന്താ പറയുക, വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സ്പീച്ചാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 L'കളൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, നോട്ട് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നോക്കുക കേട്ടോ. ദെൻ റൈറ്റപ്പ് ഒക്കെ നമുക്ക് വരാം കേട്ടോ. സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് അത് നമുക്ക് ഈ ഓണപരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ട. ദെൻ പോയം റിട്ടേൺ ബൈ കമ്പാരിസൺ ഓഫ് പോയം വരാറുണ്ട്. നമ്മൾ സെപ്പറേറ്റ് 8 മാർക്കിൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയം ഇതുപോലെ ഒരു ഡിയർ നെയ്ബർ എന്നൊരു ചോദ്യം തരും, എന്നിട്ട് നമ്മളോട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പോൾ എന്താണ്, ആദ്യം ആ തന്നിരിക്കുന്ന പോയത്തിനെ കുറിച്ചിട്ട് ആരാണ് എഴുതിയത്, ഇനിയിപ്പോൾ എഴുതിയ ആൾ തന്നില്ലെങ്കിൽ അൺനോൺ റൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. പിന്നെ സ്ട്രൈക്കിംഗ് ആണ്. പിന്നെ കമ്പയർ ചെയ്യാൻ വരിക മെൻഡിങ് വോൾ ആയിട്ടാണ് കേട്ടോ. നെയ്ബർ എന്ന് പറഞ്ഞ പോയം മെൻഡിങ് വോൾ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ വരാറ്. ദെൻ ഡ്രഗ് അബ്യൂസ് നമുക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻ ഇല്ല കേട്ടോ. പിന്നീട് നമുക്ക് ഡിസ്കോഴ്സിൽ എക്സ്പ്ലനേഷൻ, ഇതൊരു ലെറ്ററാണ്, അതായത് വെന്നസ് ആപ്ലിംഗ് പ്ലാന്റ്, അത് നമുക്ക് എക്സാമിന് ഇല്ലാത്ത പോർഷൻ. അനൗൺസ്മെൻറ്റ് വരാം, അതായത് അനൗൺസ്മെൻറ്റ് ഏതെങ്കിലും ഔട്ട് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ 1 act പ്ലേ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്ത് വരാം, നിങ്ങളുടെ സ്കൂളിൽ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാന്നുള്ളത് വരാം. അപ്പോൾ എന്താ പറയുക, ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഇസ് എ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ്, വി ആർ ഗോയിങ് ടു സ്റ്റേജ് എ സ്പെഷ്യൽ ഐറ്റം, a skit based on the play Hour of Truth. The actors are from our class എന്ന് പറഞ്ഞിട്ട് ആക്ടേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. മാർക്കിനനുസരിച്ചിട്ടാണ് കേട്ടോ അനൗൺസ്മെൻറ്റ് ചെയ്തേണ്ടത്, മാർക്കിനനുസരിച്ചിട്ട്. അത് റോബർട്ട് ബാൽവിൻ ആണ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ്, വാച്ച് ആൻഡ് എൻജോയ്, ഇറ്റ് വിൽ ത്രില്ലിങ് യു, ഐ ആം വെരി കോൺഫിഡൻറ്റ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ദെൻ എംപവർമെൻറ്റ് ഓഫ് വുമൺ ബിക്കിംഗ് അറ്റ് ഹോം, ഫോറിൻ അഗെയിൻസ്റ്റും വരാം. നമുക്ക് എന്താ പറയുക, ഒരു പാനൽ ഡിസ്കഷനൊക്കെയാണ് കേട്ടോ വരാറ്. പിന്നീട് സൊസൈറ്റീന് ഇത് വരാറില്ല. പിന്നീട് നമുക്ക് ബ്ലോഗ് വരാം. ഓക്കെ, ഇത് നമുക്ക് വരാറുള്ള എൻട്രി ബ്ലോഗ് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും തോട്ട്സുകളെ കുറിച്ചിട്ട് എഴുതാനായിട്ട് ബ്ലോഗ് വരുമ്പോൾ ഇതുപോലെ ബോക്സിലിട്ട് ഹെഡിങ് കൊടുത്ത് ഡേറ്റ് എഴുതിയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ഇതിൽ മാച്ച് ബോക്സിനെ കുറിച്ചിട്ടാണ് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് മാച്ച് ബോക്സിൻ്റെ ഒരു ബ്ലോഗ് നോക്കണം. ബ്ലോഗ്, അതുപോലെ തന്നെ ഇമെയിലിൻ്റെ ഇത് പഠിക്കാം. ടു സബ്ജക്റ്റ് ഡിയർ, അതുപോലെ തന്നെ ലാസ്റ്റ് താങ്കിങ് ഒക്കെ പറഞ്ഞിട്ട്. ബ്ലർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബ്ലർബാണ് ഷോർട്ട് സ്റ്റോറി ആയ മാച്ച് ബോക്സിനെ പറ്റിയിട്ടുള്ളൊരു ബ്ലർബ്. അപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ആരെ എഴുതിയിരിക്കുന്ന എഴുതാം, എന്നിട്ട് ഒരു ചെറിയൊരു 4-5 സെൻറ്റൻസ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാ പൂർണ്ണാദേവി. നല്ല പ്രൊവോക്കിംഗ് ആണ്, ഇവരാണ് മെയിൻ ക്യാരക്ടർ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫിലിമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് പറയില്ലേ, അതേപോലെ മാസ്റ്റർ പീസ് ഓതറാണ്. നിങ്ങൾ എന്തായാലും നിർബന്ധമായും വായിക്കണം കേട്ടോ. എ മസ്റ്റ് റീഡ് ഷോർട്ട് സ്റ്റോറിയാണ്, ഒറിജിനൽ റിട്ടൺ ബംഗാളിയാണ്, ലാംഗ്വേജ് എല്ലാം പവർഫുൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ പറയരുത് കേട്ടോ. ഓക്കെ, ദെൻ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്. ഒന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ചെറിയ രീതിയിൽ നിങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ പഠിക്കുക. ആപ്ലിക്കേഷൻ റെസ്യൂമൊന്നും നമുക്ക് ഓണപരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, അതൊക്കെ നമുക്ക് ഫൈനൽ എക്സാമിനാണ്. 2 കുഞ്ഞ് യൂണിറ്റുകളേ ഉള്ളൂ, 2 പോയം അതുപോലെ തന്നെ സ്റ്റോറിയൊക്കെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ എവരിവൺ, താങ്ക് യു സോ മച്ച്.